എല്ലാവർക്കും മെയ് ഹിന്ദി ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള കുറച്ച് വാക്യങ്ങൾ എങ്ങനെ ഹിന്ദിയിൽ പറയാം എന്നായിരുന്നു ആ വീഡിയോ. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെയാണ് ഇന്നത്തെ വീഡിയോ. കാരണം ഈ വാക്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെച്ചാൽ പ്രയോഗിക്കാവുന്ന വാക്യങ്ങളാണ്. അപ്പൊ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യത്തെ സെന്റൻസ് നോക്കാം. ക്യാ ആപ്നെ സുനാ? क्या आपने सुना? താങ്കൾ കേട്ടോ? Did you hear? क्या आपने सुना? താങ്കൾ കേട്ടോ? Did you hear? ഇവിടെ ആപ് എന്ന് പറയുന്നതിന്റെ അർത്ഥം താങ്കൾ എന്നാണ്. സുന മീൻസ് കേട്ടു. സുന്ന എന്ന് പറഞ്ഞാൽ കേൾക്കുക. സുന്ന എന്നുള്ള വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സുന. ആപ്നെ സുന താങ്കൾ കേട്ടു. ഇനി അത് ചോദ്യമാക്കാൻ ക്യാ ആപ്നെ സുന ക്യാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്യാ ആപ്നെ സുന താങ്കൾ കേട്ടോ. ഇനി ക്യാ ആഡ് ചെയ്തില്ല, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മളൊരു ചോദ്യത്തിന്റെ രീതി ചോദിച്ചാലും അർത്ഥം കറക്റ്റ് ആണ്. ക്യാ ആപ്നെ സുന താങ്കൾ കേട്ടോ? ഡിഡ് യു ഹിയർ? അടുത്ത നോക്കാം. ക്യാ ആപ്കോ കുച്ച് ചാഹിയേ? ക്യാ ആപ്കോ കുച്ച് ചാഹിയേ? ഇവിടെ ആപ്കോ, ആപ് എന്ന് പറഞ്ഞാൽ താങ്കൾ, ആപ്കോ താങ്കൾക്ക്. കുച്ച് മീൻസ് എന്തെങ്കിലും, സംതിങ്. ചാഹിയേ എന്ന് പറഞ്ഞാൽ വേണം. ചോദ്യമാകുമ്പോൾ അത് വേണോ എന്നാവും. ക്യാ ആപ്കോ കുച്ച് ചാഹിയേ? താങ്കൾക്ക് എന്തെങ്കിലും വേണോ? ഡു യു നീഡ് സംതിങ്? ക്യാ ആപ്കോ കുച്ച് ചാഹിയേ? താങ്കൾക്ക് എന്തെങ്കിലും വേണോ? ഡു യു നീഡ് സംതിങ്? വോ കോൻ ഹെ? വോ കോൻ ഹെ? വോ മീൻസ് അവൻ അല്ലെങ്കിൽ അവൾ. ഇനി അത്, ആ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ അത് കഴിഞ്ഞു വരുന്ന വാക്ക് കോൻ ആണ്. കോൻ മീൻസ് ആര്. ഇപ്പൊ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നമ്മൾ അവൻ അല്ലെങ്കിൽ അവൾ എന്നിവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വഹിന്റെ മീനിങ് അവൻ, അവൾ, അത്, ആ എന്നൊക്കെ അർത്ഥം ഉണ്ടെങ്കിലും ഇവിടെ വ്യക്തിയെ ഉദ്ദേശിക്കുന്നതുകൊണ്ട് വഹിന്റെ മീനിങ് അവൻ അല്ലെങ്കിൽ അവൾ എന്നാണ്. ഇനി കോൻ ഹേ, കോൻ മീൻസ് ആര്, ഹു. ഓക്കെ, വോ കോൻ ഹേ? അവൻ ആരാണ് അല്ലെങ്കിൽ അവൾ ആരാണ്. ഹു ഈസ് ഹി ഓർ ഹു ഈസ് ഷീ. വോ കോൻ ഹേ? അവൻ ആരാണ്, അവൾ ആരാണ്. ഹു ഈസ് ഹി ഓർ ഹു ഈസ് ഷീ. യേ വാല യ വോ വാല? യേ വാല യ വോ വാല? നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരെണ്ണം കാണിച്ചിട്ട് ചോദിക്കില്ല ഇതാണോ അല്ലെങ്കിൽ അതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് പ്രയോഗിക്കാവുന്ന ഹിന്ദി വാക്കാണ് യേ വാല യ വോ വാല. യേ വാല മീൻസ് അടുത്തിരിക്കുന്ന കാണിച്ചിട്ട് ഇതോ. യാ, യാ എന്ന് വെച്ചാൽ ഓർ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ. വോ വാല മീൻസ് അതോ. ഓക്കെ, അകലെയുള്ളതിനെ കാണിച്ച് വോ വാല. യേ വാല യ വോ വാല? ഇതോ അതോ. ദിസ് വൺ ഓർ ദാറ്റ് വൺ. ഓക്കെ, യേ വാല യ വോ വാല? ഇതോ അല്ലെങ്കിൽ അതോ. ദിസ് വൺ ഓർ ദാറ്റ് വൺ. കുച്ച് ഗഡ്ബഡ് ഹെ? കുച്ച് ഗഡ്ബഡ് ഹെ? കുച്ച് മീൻസ് എന്തോ അല്ലെങ്കിൽ കുറച്ച് എന്നൊക്കെയുള്ളതാണ് അർത്ഥം. ഇനി ഗഡ്ബഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പം, എന്തോ പ്രശ്നം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ കുച്ച് ഗഡ്ബഡ് ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ കുഴപ്പമുണ്ട് അല്ലെ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാറുള്ളല്ലേ, എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രശ്നം വരുമ്പോഴോ ഒക്കെ, അല്ലെങ്കിൽ സംസാരത്തിനിടയിലൊക്കെ നമ്മൾ പറയാം എന്തോ പ്രശ്നമുണ്ടല്ലോ അവിടെ അല്ലെ, അല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ അതിനെ ഹിന്ദി പറയുന്നത് കുച്ച് ഗഡ്ബഡ് ഹേ, എന്തോ കുഴപ്പമുണ്ട്. സംതിങ് ഈസ് റോങ്. കുച്ച് ഗഡ്ബഡ് ഹേ, എന്തോ കുഴപ്പമുണ്ട്. സംതിങ് ഈസ് റോങ്. അടുത്ത നോക്കാം. സബ് തയ്യാർ ഹേ? എല്ലാം റെഡിയാണ്. എവറിത്തിങ് ഈസ് റെഡി. സബ് തയ്യാർ ഹേ? സബ് മീൻസ് എല്ലാം, തയ്യാർ മീൻസ് റെഡി. സബ് തയ്യാർ ഹേ? എല്ലാം റെഡിയാണ്. എവറിത്തിങ് ഈസ് റെഡി. കിത്ന ബക്വാസ് ഹേ? കിത്ന ബക്വാസ് ഹേ? കിത്ന എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എത്ര, ഹൗ മച്ച് എന്നാണ് അർത്ഥം. ഇവിടെ അടുത്ത വേർഡുമായിട്ട് ചേർന്നുകൊണ്ടാണ് അതിന്റെ അർത്ഥം വരുന്നത്. ബക്വാസ് എന്ന് പറഞ്ഞാൽ വെഡിത്തരം, ഫൂളിഷ്നെസ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ കിത്ന ബക്വാസ് ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു വെഡിത്തരമാണ്. നമ്മൾ പറയില്ലേ എന്ത് പൊട്ടത്തരമാണ് നീ പറയുന്നത്, എന്ത് മണ്ടത്തരമാണ് എന്നൊക്കെ പറയില്ലേ, അതിന് യൂസ് ചെയ്യുന്ന ഹിന്ദി വേർഡാണ് ബക്വാസ്. കിത്ന ബക്വാസ് ഹേ? എന്തൊരു വെഡിത്തരമാണ്. ഹൗ റെഡിക്കുലസ്. കിത്ന ബക്വാസ് ഹേ? എന്തൊരു വെഡിത്തരമാണ്. ഹൗ റെഡിക്കുലസ്. അടുത്ത നോക്കാം. മുझे ऐसा नहीं लगता. മുझे ऐसा नहीं लगता. മുझे ऐसा नहीं लगता എന്ന് പറഞ്ഞാൽ എന്താ? മുझे എന്ന് പറഞ്ഞാൽ എനിക്ക്. ഓക്കെ, മുझे എനിക്ക്. ऐसा മീൻസ് അങ്ങനെ. ऐसा
അങ്ങനെ. അടുത്തത് നെയ് ലഗ്ത. നെയ് ലഗ്ത. നെയ് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല എന്നാണ് അർത്ഥം. ലഗ്ന എന്ന് പറഞ്ഞാൽ തോന്നുക. ഇവിടെ ലഗ്ത എന്ന് പറഞ്ഞാൽ തോന്നുന്നു. ഓക്കെ, അതിന്റെ കൂടെ നെയ് വരുമ്പോ നെഗറ്റീവ്. നെയ് ലഗ്ത തോന്നുന്നില്ല. നെയ് ലഗ്ത തോന്നുന്നില്ല. മുझे ऐसा नहीं लगता. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. അടുത്ത നോക്കാം. മുझे गुस्सा आ रहा. मुझे गुस्सा आ रहा. ഇവിടെ മുझे गुस्सा आ रहा है. അത് നമ്മൾ സ്പീഡിൽ പറയുമ്പോൾ മുझे गुस्सा आ रहा ഇത്ര വരുള്ളൂ കേട്ടോ. അപ്പോൾ മുझे എന്ന് പറഞ്ഞ എനിക്ക്, ഗുസ്സ എന്ന് പറഞ്ഞ ദേഷ്യം. ഗുസ്സ ദേഷ്യം, നമ്മുടെ ഒരു ഫീലിംഗ് ആണ്. ആ രഹാ ഹേ. ആ രഹാ ഹേ മീൻസ് വരുന്നു. ഓക്കെ, മുझे गुस्सा आ रहा है നമ്മൾ പറയാറുണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയില്ലേ. മുझे गुस्सा आ रहा है എനിക്ക് ദേഷ്യം വരുന്നു. ഐ എം ഗെറ്റിംഗ് ആംഗ്രി. മുझे गुस्सा आ रहा है എനിക്ക് ദേഷ്യം വരുന്നു. ഐ എം ഗെറ്റിംഗ് ആംഗ്രി. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച 10 വാക്യങ്ങളാണ്. ഈ 10 വാക്യങ്ങൾ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതുമാണ്. അപ്പൊ ഇത് നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പ്രയോഗിക്കുക. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ കൂടി കഴിയുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നമുക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.